വാരണാസി രാജാവായിട്ടുള്ള ദിവോദാസിനെ കുറിച്ച് നിങ്ങൾക്ക് ആൾക്കാർക്കും പരിചയം ഉണ്ടാവും, നിങ്ങൾ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ആൾക്ക് വളരെ വലിയൊരു നിർബന്ധമായിരുന്നു, വളരെ വലിയൊരു വാശി തന്നെയായിരുന്നു. താൻ രാവിലെ എണീക്കുന്ന സമയത്ത് പശുക്കളെ സ്വപ്നം കണ്ടുകൊണ്ട്, പശുക്കളുടെ ശബ്ദം കേട്ടുകൊണ്ട്, അഥവാ പശുക്കളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് തന്നെ എണീക്കണം എന്നത് ഇതാൾക്ക് വളരെ വലിയൊരു നിർബന്ധമായിരുന്നു, വളരെ വലിയൊരു വാശി തന്നെയായിരുന്നു. ഇങ്ങനെ തന്നെ എണീക്കണം, ഇങ്ങനെ പശുക്കളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് എണീച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ദിവസം നല്ല സന്തോഷകരമായിട്ടുള്ള, നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായി മാറുള്ളൂ എന്നതായിരുന്നു ആളുടെ ഒരു വിശ്വാസം. എന്നാണെങ്കിലും ആള് ഇതിനു വേണ്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്ന, ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു രീതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ആള് മുകളിലത്തെ നിലയിൽ, കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയിൽ മാത്രമാണ് കിടന്നുറങ്ങുള്ളൂ. അതൊക്കെ തന്നെ അന്നത്തെ പണ്ടത്തെ ക്രെയിൻ പോലുള്ള ഒരു സെറ്റപ്പില് പശുക്കളെ രാവിലെ അദ്ദേഹത്തിന്റെ ഗാർഡുകൾ, അദ്ദേഹത്തിന്റെ പട്ടാളക്കാരൊക്കെ കെട്ടിത്തൂക്കും. അത് കെട്ടിത്തൂക്കിയിട്ട് ആളുടെ ഒരു മുറിന്റെ ഭാഗത്തിലോട്ട് ഉയർത്തി കെട്ടിത്തൂക്കും. അതിൽ കെട്ടിത്തൂക്കിയതിനു ശേഷം പശുവിന്റെ വാരിലിന്റെ ഭാഗത്ത്, വാരിലുകളുടെ ഭാഗത്ത് നല്ലതുപോലെ കുത്തി പരിക്കേൽപ്പിക്കും. അങ്ങനെ പശുവിന്റെ കരച്ചിൽ, അത് പശുവിനെ അത്രയിൽ കരയിപ്പിക്കും. അത്ര ആ ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു മഹാനായിട്ടുള്ള രാജാവ് എണീക്കാറുണ്ടായിരുന്നുള്ളൂ. എന്താ അല്ലെ, ഒരു മഹാ തെണ്ടി രാജാവ് തന്നെ പറയേണ്ടിയില്ല, അല്ലെങ്കിൽ എന്താ പറയാ, പ്രാന്തൻ രാജാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താ